ഓഹോ, അവരപ്പോ നമ്മുടെ ഇടയിലും ജീവിക്കുന്നുണ്ടല്ലേ? എടാ മോനെ, എഴുന്നേക്കടാ. ഞാൻ ഇതെവിടെയാ? നീ എവിടെയാണെന്നല്ലേ? എടാ കൊച്ചനെ, നീ ഇപ്പൊ ഭൂമിയില. നീ ഒരു മാലാഖയായിരുന്നു. നിന്നെ ചിറകൊക്കെ വെട്ടി കർത്താവ് ഭൂമിയിലേക്ക് അയച്ചതാ നിന്റെ കുരുത്തക്കേട് കാരണം. ഇനിയിപ്പം നീ എൻ്റെ അടുത്താണ്. ഇനിയുള്ള 25 ദിവസം ഞാൻ പറയുന്നതെല്ലാം ചെയ്ത് നീ നല്ല കൊച്ചായി തിരികെ കർത്താവിൻ്റെ അടുത്തേക്ക് ഈ ചിറകെല്ലാം ശരിയാക്കി തിരികെ ചെല്ലണം. മനസ്സിലായോ? അതിന് നിനക്ക് വേണ്ടി പറ്റിയ ഒരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എടാ, ഞാനത് മോശമാക്കോ? നമ്മുടെ ക്ലോസ് അച്ഛൻ നിന്നെ ഏൽപ്പിച്ചതല്ലേ? റോബിനച്ച, യേശുമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ മിനി ചേച്ചി. അച്ഛൻ വാ, കേറിയിരിക്കച്ച. ഓ, ഇതാണ് അച്ഛൻ പറഞ്ഞ ക്രിസ്ബല്. ആ, ഇവനാണ് ആള്. നേരത്തെ പറഞ്ഞ പോലെ ഇവനിവിടെ ആക്കാൻ വന്നാ. സൂക്ഷിക്കണോട്ടോ, ഇനി ഇത്തിരി കുറുമ്പനാ ഈ കുരിപ്പ്. ആണോ? അല്ലേടാ? അതൊക്കെ ഏറ്റച്ചോ. ഇനി ഇതല്ലേ അവന്റെ വീട്, അല്ലടാ? നിനക്ക് വേണ്ടേടാ? ആ, എനിക്കുള്ള വിളി വന്നു. അപ്പൊ പോളേട്ടാ, ഞാൻ ഇറങ്ങാണിതേ. എന്നെ നോക്കിക്കോളാം കേട്ടോ. പിന്നെ പോട്ടറാ. ശരി. ആ, ഇവിടുത്തെ പ്രാർത്ഥന മുറിയൊക്കെ സെറ്റ് ആണല്ലോ ഗൈസ്. നിങ്ങളുടെ ഉള്ള പ്രാർത്ഥന മുറി സെറ്റ് അല്ലേ? സെറ്റ് അല്ലെങ്കിൽ ഇന്ന് തന്നെ സെറ്റ് ആക്കണം. അപ്പൊ ക്രിസ്തഫരി പൊളിക്കാല്ലേ? ഇതെന്തൂട്ടി ആന്റി ഉണ്ടാക്കി വെച്ചാണേ? അങ്ങനെയൊന്നും പറയാതെ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എടാ ക്രിസ്സേ, അങ്ങനെയൊന്നും പറയല്ലേ. ആന്റി ഇത്ര രാവിലെ എന്നിട്ട് നിനക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചല്ലേ? പോരാ, നോക്കിയേ, ആന്റിക്കാണ് ഇന്നലെ തൊട്ട് പനിയാ. ഇതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തു തന്നെയല്ലേ ആന്റി? പനിയാ? അതപ്പേ? നിനക്കറിയില്ലേ, ഇന്നലെ രാത്രി ആന്റി മരുന്ന് കഴിച്ച് നീ കണ്ടില്ലേ? അയ്യോ, സോറി ആന്റി. ഓഫ്, സൂപ്പർ ചക്കട. ദേ, ഇനി മുതൽ ഞാൻ നല്ലത് പറയുള്ളൂ. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ക്രിസ്ബല്ലേ, കൊറേ നേരമായി നമുക്ക് പ്രാർത്ഥനയല്ല. ഇനി ആന്റി പ്ലീസ് ആന്റി, കുറച്ചേരം ആന്റി. കൊറേ നേരമായില്ലേ മോൻ കണ്ടു തുടങ്ങിയിട്ട്? നമുക്ക് പ്രാർത്ഥനയല്ല ഇനി. കുറച്ചേരം പ്രാർത്ഥന കഴിഞ്ഞിട്ട് പ്ലീസ് പ്ലീസ്, കുറച്ചേരം മതി. ഇനി പ്രാർത്ഥനയല്ല, കുറച്ച് സമയമായി ഇപ്പൊ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറച്ചേരം മതി ആന്റി, പ്ലീസ് പ്ലീസ്, കുറച്ചേരം മതി ആന്റി. ആന്റി നിർത്തല്ല ആന്റി, കുറച്ചേരം കഴിഞ്ഞിട്ട് എനിക്ക് ആന്റി. തോളേട്ടാ വാ, പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വഹിച്ചു. പരിശുദ്ധാത്മാവിൽ മറിയം ഗർഭം ധരിച്ചു. നന്മ അറിഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ ഇസ്രായേലിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
ഈശോമിശിഹായ്ക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിന് നല്ല മാറ്റം ഉണ്ടല്ലേ? ശരിക്കും പ്രാർത്ഥന കടയിലട്ടോ മോനെ. മാഷം ഈ ചെയിൻ തെറ്റി. എന്താ ബ്രോ പറ്റിയത്? ഒന്നും പറയണ്ട ബ്രോ, ചെയിൻ തെറ്റി. ഇത്ര ഉള്ളോ ബ്രോ? ഒന്ന് മാറി, ഞാൻ കാണിച്ചു തരാം. ഇത്ര ഉള്ളു സംഭവം. താങ്ക് യു ബ്രോ. ബ്രോന്റെ പേരെന്താ? ബ്രോനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ക്രിസ്ബൽ, കുറച്ച് ദൂരത്തുനിന്നാ. ഒന്നും പറയണ്ട, 2-3 ദിവസമായിട്ട് ഞാൻ അവിടെ ഉണ്ട്. ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വന്നതാ. ബ്രോ ഞാൻ കിച്ചു, എന്റെ വീട് ഇവിടെ അടുത്താ. കിച്ചുക്കുറി സഫാരി ചെയ്യണ്ട? ആ ഞാനും ചെയ്യണ്ട്. ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ആയാ? ഞാൻ ഓരോ ടാസ്ക് ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലാ. ആ എന്നാ ശരി, പിന്നെയും കാണാം. നമ്മള് ക്രിസ് സഫാരിക്കാരല്ലേ, പിന്നെയും കാണാം. എടാ ക്രിസ്ബലെ, നിനക്ക് 25 ദിവസം കഴിഞ്ഞിട്ട് പോവാനുള്ളതല്ലേ? അത് എന്റെ കൂടെ ഇങ്ങനെ ചില്ലായിട്ട് നടക്കാനാണോ പ്ലാൻ? ഞാൻ പോകും. റോബിനച്ച പ്രസംഗം പറയുന്നത് എന്തുട്ടാ, നിനക്കെല്ലാം മനസ്സിലാവണ്ടോ? അത് ശരി. അപ്പൊ മാലാകമാർക്കും അച്ഛന്മാരുടെ പ്രസംഗം ഒന്നും മനസ്സിലാവുള്ളല്ലേ? അപ്പൊ പിന്നെ മനുഷ്യരുടെ അവസ്ഥ പറയണ്ടല്ലോ. എന്നാ നീ പറ, നിനക്ക് എന്തുട്ടാ മനസ്സിലായേ? എടാ എല്ലേലും ഈ റോബിനച്ഛന് പ്രസംഗം പറയാനൊന്നും അറിയില്ല. അച്ഛന് ഈ റീലെടുക്കാൻ മാത്രമേ അറിയുള്ളൂ. അതാണ് അച്ഛന്റെ മെയിൻ. നീ പറ, ഈശോ ജനിച്ച ശേഷം 30 വർഷത്തേക്ക് എവിടെ പോയിന്ന് അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞേ? കർത്താവ് വല്ല സെമിനാരിയിലും ചേർന്നാ? എടാ ക്രിസ്പലെ, നിനക്ക് അതിന്റെ ഉത്തരം അറിയില്ലേ? അതച്ഛൻ പറഞ്ഞടാ. ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 51-52 വാക്യങ്ങളിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ ആ ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കി. എന്താ പൂപ്പ, സുഖാണോ? അമ്മാവൊക്കെ വീട്ടിലുണ്ടാ? ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? സ്റ്റാറൊക്കെ തൂക്കിയാ? പുൽക്കോടൊക്കെ റെഡിയാക്കിയാ? ഞങ്ങളോട് സ്റ്റാറും പുൽക്കോടൊക്കെ റെഡിയാക്കി. അപ്പൂപ്പന്റെ കാലത്ത് ഈ ക്രിസ്മസ് എങ്ങനെയായിരുന്നു, ഒന്ന് പറയാമോ? അപ്പൂപ്പന് സന്തോഷായി. മക്കൾക്ക് വിളിക്കാൻ തോന്നിയില്ലോ. അമ്മാമ്മ അടുക്കളയിലുണ്ട്. അപ്പൂപ്പനും അമ്മമ്മയ്ക്കും കഞ്ഞി കുടിക്കണ്ടേ? എന്നാലും സന്തോഷമായി. മോൻ ചോദിച്ചില്ലേ അപ്പൂപ്പനോട് അപ്പൂപ്പൻ്റെ കാലത്ത് ക്രിസ്മസൊക്കെ എങ്ങനെയായിരുന്നു? ഇതൊക്കെയാണ് ക്രിസ്മസ് മക്കളെ. നല്ല തണുപ്പുള്ള സമയമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ പൊക്കോണം രാവിലെ എഴുന്നേറ്റിട്ട്. അന്ന് 25 ദിവസവും ഞങ്ങളെ പള്ളി വിടും. കുമ്പസാരിച്ചോണം, കുർബാനയ്ക്ക് മര്യാദയ്ക്ക് കൂടിക്കോണം, കുർബാന സ്വീകരിച്ചോണം. അല്ലെങ്കിൽ അപ്പാപ്പൻ വരുമ്പോൾ ചോദിക്കും, അടിയും കിട്ടും നന്നായിട്ട്. പിന്നെ നക്ഷത്രം, മുളയുടെ കോലിങ്ങനെ ചീന്തിയിട്ട് നക്ഷത്രമൊക്കെ ഇങ്ങനെ കെട്ടി നല്ല വർണ്ണക്കടലാസൊക്കെ വെച്ച് പൊതിഞ്ഞിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ ഒന്നും ബൾബൊന്നും ഇല്ല, കറണ്ടൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അന്ന് കുഞ്ഞിമ്മ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി വെച്ച് നക്ഷത്രം കത്താണ്ട് നോക്കണ്ടേ. പിന്നെ ക്രിസ്മസിൻ്റെ കരോള്, അതൊരു ഒന്നൊന്നര സംഭവമാണ്. ഇപ്പോഴൊക്കെ അല്ലേ TV മൊബൈലൊക്കെ ആയിട്ട് അതിൻ്റെ മുമ്പിൽ കയറി കുത്തിരിക്കുന്നത്. കരോളായി കഴിഞ്ഞാൽ എല്ലാവരും പോന്നോണം. അപ്പാപ്പന് നിർബന്ധമായിരുന്നു. അങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് പിന്നെ പ്രാക്ടീസ് ഉണ്ട്. 2 ദിവസമൊക്കെ മുമ്പ് ഉണ്ണി പിറന്നു ബെത്ലഹേമിൽ, അന്നത്തെ അതൊക്കെ പാടി കയ്യും കൊട്ടി പാട്ടേമിട്ട കൊട്ടാനായിട്ട് തപ്പുമ്പോൾ തകിലൊന്നുമില്ല. അതുമൊക്കെ ഇട്ട് കൊട്ടി പാടി പഠിച്ച് എന്തൊരു സന്തോഷമാണ്, എന്തൊരു ആരവാണ്. എല്ലാ വീട്ടിൽ നിന്നും കിട്ടും എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട്. അതൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് അവശതയായിട്ട് ഞങ്ങൾ 11 കുർബാനയ്ക്ക് അങ്ങോട്ട് പോകും. ഒരു 2:30-3 മണിയാവും വീട്ടിലെത്തുമ്പോൾ. പിന്നെ ക്ഷീണിച്ച് അങ്ങോട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം എണീക്കാനായിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയോ? നമ്മുടെ നോമ്പ് വീടണ ദിവസമല്ലേ. രാവിലെ തുടങ്ങി അമ്മയുടെ കോഴിക്കറിയും അപ്പവും, പിന്നൊരു പുകില. ഉച്ചയാകുമ്പോഴേക്കും എല്ലാവരും എത്തും. എല്ലാവരും എല്ലായിടത്തും പോകും. എല്ലാവരെയും കാണാൻ പറ്റണ സമയമാണ്. എന്തൊരു സന്തോഷമാണെന്നറിയോ? ഇപ്പോഴൊക്കെയല്ലേ ആരെയും കാണാൻ പറ്റാത്തത്. ക്രിസ്മസ് ആവും.
എത്ര തിരക്കാണെങ്കിലും ക്രിസ്മസിന്റെ അന്ന് മക്കൾ അപ്പാപ്പനെയും അമ്മാമ്മേനെയും ഒക്കെ വിളിക്കണം കേട്ടോ. പാതിരാ കുർബാനയ്ക്കൊന്ന് പോവാൻ വയ്യ. രാവിലത്തെ കുർബാന കഴിയുമ്പോൾ പാപ്പന്റെ മക്കൾ വിളിക്കണം. ഇഷ്ടമായ മറ്റേ വലിയ ഇതിലേക്ക് മാറുന്നു. മക്കളെ ആന്റി എന്താ നമുക്കൊരു ഗെയിം കളിക്കാം. ഗെയിമോ? ആ. എന്താണ്? എന്ത് ഗെയിമാ മോനെ? അതെ, ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ അതിന് ഉത്തരം പറയണ്ട. അത് ഓക്കെ ആണോ അല്ലയോ എന്ന് ആ കാർഡ് പൊക്കി കാണിച്ചാൽ മതി. ആർ യു റെഡി? ഓക്കേ. ഞാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഇത്തിരി വാശി പിടിക്കാറുണ്ട്. അതും പോയി. മൊബൈൽ കാണുന്നതിനേക്കാൾ പുറത്തിറങ്ങി കളിക്കുന്നത് വലിയ ഇഷ്ടമാണ്. കർത്താവേ, പള്ളി പോകാനും പ്രാർത്ഥിക്കാനും എനിക്ക് ഇഷ്ടമാണ്. കൂട്ടുകാരെ, കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളും വീട്ടിലേക്ക് ഞാൻ കളിക്കൂലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ കിച്ചുന്ന സ്തുതിയൊക്കെ? നീ മറന്നോ? ഇന്നലെ 10 പേർക്ക് സ്തുതി കൊടുക്കേണ്ട ടാസ്ക്. ഓ, ഇന്നാണല്ലേ ആ ടാസ്ക്. സ്തുതിയായിരിക്കട്ടെ. എങ്ങോട്ടാ? ഞാൻ റോബിനച്ചന് സ്തുതി കൊടുക്കാൻ പോവാ. നീ വേണ്ടെങ്കിൽ വേഗം വാ. കൂട്ടുകാരെ, അപ്പൊ കുറഞ്ഞത് ഒരു 10 പേർക്കെങ്കിലും ഇന്ന് സ്തുതി കൊടുക്കണം. ഇപ്പൊ ഞങ്ങളുടെ ടീച്ചറിന് സർപ്രൈസ് കൊടുത്താൽ നിങ്ങളും നിങ്ങളുടെ കാറ്റീച്ചർ ടീച്ചറിന് ഇങ്ങനത്തെ സർപ്രൈസ് കൊടുക്കണം. ഓക്കെ, റെഡി അല്ലേ? ഇവനെന്താ ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇട്ടാണ്? വരുമ്പോ ചോദിക്കാം. പ്രിൻസിപ്പലെ, നീ ഇന്നത്തെ ടാസ്ക് ചെയ്താ? ഇല്ല, ഞാൻ ചെയ്തില്ല. ഇന്നത്തെ ടാസ്ക് എന്താ? എടാ, ഇന്നത്തെ ടാസ്ക് എന്ന് വെച്ചാ നമ്മുടെ ലൈഫിൽ ഒരു റോൾ മോഡൽ ഉണ്ടാവും, അവരെ സ്റ്റാറ്റസ് ആക്കാന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. എന്നിട്ട് അടിയിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കണം, മൈ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞു. ഓ, അതാണല്ലേ നിന്റെ സ്റ്റാറ്റസിൽ ഇന്ന് ഞാൻ കണ്ടത്. അല്ല, നീ എന്താ നിന്റെ അമ്മയുടെ ഫോട്ടോ ഇട്ടാണ്? എന്താ അങ്ങനെ? എടാ, ചെറുപ്പത്തിലെ എന്റെ അപ്പ മരിച്ചതാണെന്ന് എനിക്കറിയാലോ. അപ്പൊ തൊട്ട് എന്റെ അമ്മയാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണേ. അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയാണ് സൂപ്പർ ഹീറോ. അങ്ങനെയാണെങ്കിൽ എന്റെ സൂപ്പർ ഹീറോ ക്ലോസ് അച്ഛനും റോബിൻ അച്ഛനും. എന്നാ അവരുടെ സ്റ്റാറ്റസ് ഇട്ടേക്കാം. അച്ഛനിത് എവിടെ പോയേക്കായിരുന്നു? പിന്നെ ഞാൻ എത്ര നേരെ വെയിച്ചുള്ളൂ. എടാ, ഒരു മാമൂദിസ ഉണ്ടായിരുന്നുടാ. അതിന് മാമൂദീസില് കൊച്ചല്ലേ മെയിൻ. അച്ഛനെന്താ റോള്? അച്ഛനെന്താ റോളെന്നോ? നിനക്കറിയൊരു മാമൂദിസന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന്? കൊച്ചു വേണം, തലതൊട്ടപ്പനും തലതൊട്ടമ്മയും വേണം, അപ്പനും അമ്മയും വേണം,
വെള്ളം വേണം, തിരി വേണം. പക്ഷേ അച്ഛനില്ലാതെ ഇതൊന്നും നടക്കില്ല. ആ പോട്ടെ, നിനക്ക് ചോക്ലേറ്റ് വേണോ? എന്നാ അത് പോട്ടെ. നിന്നെ ആരും മാമൂദിസം മുഖ്യം നിനക്കറിയോ? ഇല്ല. നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മ ആരാ നിനക്കറിയോ? അപ്പൊ നീ പപ്പയുടെ മമ്മിയുടെ അടുത്ത് ചോദിച്ചിട്ട് തലതൊട്ടപ്പനും തലതൊട്ടമ്മ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് അച്ഛനോട് പറയണം. പറയില്ലേ? അച്ഛൻ പാല് വറക്കട്ടെ കേട്ടാ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാമൂദീസ ഓർക്കലാണ്. അപ്പൊ നമ്മുടെ റോബിൻ അച്ഛൻ പറഞ്ഞത് നമ്മൾ ചെയ്യൂലേ? റെഡിയല്ലേ? കിച്ചേ, എന്തായി റോബിൻ അച്ഛന്റെ മുറിന്ന് പതിവില്ലാണ്ട് ഒച്ചപ്പാടും ബഹളവും? ആ, എനിക്കറിയത്തില്ല, നമുക്കൊന്ന് പോയി നോക്കാം. എന്താ റോബിനച്ചാ പതിവില്ലാണ്ട് ഇവിടെ സ്ത്രീകളുടെ കൊച്ചപ്പാട്? നമ്മുടെ സിസ്റ്റേഴ്സ് വന്നു പോയതാടാ. അയ്യോ, ഇന്ന് റോബിനച്ചന്റെ ഫീസ്റ്റ് അല്ലേ? ഓ, അവരപ്പ വിഷയം വേണ്ടി വന്നതാലേ. സോറി അച്ചോ, ഹാപ്പി ഫീസ്റ്റ് ഡേ അച്ചോ. ഫീസ്റ്റാ? ആ സംഭവം ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരുനാള്. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനല്ലേ, ആ മധ്യസ്ഥന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോഴാണ് ഫീസ്റ്റ് ആഘോഷിക്കുന്നത് പറയാ. നമ്മുടെയൊക്കെ മാമൂദി സമയത്ത് നമ്മുടെ ഗോഡ് പാരൻസ്, അതായത് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് ഓരോ വിശുദ്ധന്റെ പേര് തരില്ലേ, ആ വിശുദ്ധന്റെ തിരുനാളാണ് പിന്നീട് നമ്മൾ ഫീസ്റ്റ് ആയിട്ട് ആഘോഷിക്കുക. ആട്ടെ, കിച്ചുവിന്റെ മാമൂദിസ പേരെന്താ? ഓക്കെ, സെന്റ് ജോർജ് വർഗീസ്. അപ്പൊ നമ്മള് ഏപ്രിൽ 24 തീയതിയാണ് സെന്റ് ജോർജിന് തിരുനാൾ ആഘോഷിക്കുക. അപ്പൊ അന്ന് കിച്ചുവിനെ വിഷയാട്ടോ. എന്തായാലും ഞങ്ങള് വിഷയത്തല്ലേ, മിഠായി വേണ്ടേ? ക്രിസ്മസിന് വേണേടാ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനെ കുറിച്ച് പഠിക്കാല്ലേ? നാളെ കാണാം. ആന്റി ചെയ്യണ്ട, ആന്റി അടുത്ത മണി ചെയ്യും, ഞാൻ ചെയ്യാതെ. ആ എല്ലാവരും ഭയങ്കര പണിയിലാണല്ലോ. തോർത്തടാ, ഇനി എനിക്കെന്താ പണി? അങ്കിള് പോയി തേങ്ങ തരുവ്. തേങ്ങ? തേങ്ങയെങ്കിൽ തേങ്ങ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണു ഭാര്യ. പാകപ്പാട് റൊമാൻസ് ആയില്ല. അപ്പൊ ഗായ്സ്, ഇന്ന് അടുക്കളയിൽ കയറി നമ്മുടെ അമ്മേനെ ഒന്ന് സഹായിക്കൂലേ? ക്രിസ്മസ്, നമുക്ക് സാന്റാക്ലോസിനെ കത്തിനെ കാണാനായിട്ട് ഫോട്ടോ വെച്ചിക്ക് പോയാലോ? സാന്റാക്ലോസിനെ കത്തിക്കേ? അത് ഒരിക്കലും നടക്കണ കേസല്ല. എടാ, നീ കേട്ടിട്ടില്ലേ ന്യൂ ഇയറിന് പപ്പാനിനെ കത്തിക്കുന്നത്? ഈ പപ്പാനി തന്നെയാണ് സാന്റാക്ലോസ്. അല്ലല്ല, സാന്റാക്ലോസ് ഡിഫറെന്റ് ആണ്. എടാ, സാന്റാക്ലോസ് ഒരു വിശുദ്ധനാണ്. എടാ, സെന്റ് നിക്കോളാസ്, നീ കേട്ടിട്ടില്ലേ? നീ ബെറ്റിനുണ്ടാ? ഞാൻ പറയണു സാന്റാക്ലോസും പപ്പാനിയും ഒന്നാണ്. തോക്കാണെങ്കിൽ 10 പുഷ്പ എടുക്കേണ്ട ഒരു കേട്ടോ ക്രിസ്മല്ലേ. ശരി, സമ്മതിച്ചു. എന്നാ ശരി, നമുക്ക് ജമിനിയുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഞാൻ ഫോൺ ഇങ്ങോട്ട് തന്നെ. ഹായ് ജമിനി, ഈ പപ്പാനിയും സാന്റാക്ലോസും സെയിം അല്ലേ? ഫോർട്ട് കൊച്ചിയിലെ പാപ്പാനിയും സാന്താക്ലോസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സാന്താക്ലോസ് ക്രിസ്മസുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്ന ക്രിസ്മസ് രാവിൽ വരുന്ന ആളാണ് സാന്താക്ലോസ്. എന്നാൽ പാപ്പാനി അങ്ങനെയല്ല. പാപ്പാനി എന്ന വാക്കിന്റെ അർത്ഥം പോർച്ചുഗീസ് ഭാഷയിൽ മുത്തച്ഛൻ, ഗ്രാൻഡ് ഫാദർ എന്നാണ്. പാപ്പാനി പഴയ വർഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാണുമ്പോൾ രണ്ടുപേർക്കും കോട്ടും സ്യൂട്ടും താടിയുമൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും മാറിപ്പോകാറുണ്ട്. പക്ഷേ സാന്താക്ലോസ് ക്രിസ്മസിൻ്റെതും പാപ്പാനി കൊച്ചി കാർണിവലിന്റെ പുതുവർഷ ആചാരവുമാണ്. 1 2 കൂട്ടുകാരെ, ഇന്ന് തന്നെ സാന്റാക്ലോസിനെ കുറിച്ച് നിങ്ങളുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യണം. എന്താണ് റോബിനച്ച
ഫീസ്റ്റിന്റെ ഹാങ് ഓവർ ഇതുവരെയായിട്ട് മാറിയില്ലേ? അതൊന്നല്ലടാ, ഞായറാഴ്ച നമ്മുടെ കാറ്റഗിസം പിള്ളേർക്ക് ഒരു ക്ലാസ് എടുക്കണല്ലോ, ഇതിന്റെ പവർ പോയിന്റ് ചെയ്യാം. മാർപ്പാപ്പയെ അറിയാൻ എന്റെ റോബിനച്ചിന് മാർപ്പാപ്പനെ അറിയില്ലേ? അച്ഛനറിയാം, പക്ഷെ നമ്മുടെ കാറ്റഗിസം പിള്ളേർക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛന് ചെയ്യുന്ന വീഡിയോ. അല്ല, നിങ്ങൾക്ക് എന്താ മാർപ്പാപ്പയെ കുറിച്ച് അറിയാവുന്നേ? നമ്മുടെ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. എടാ കിച്ചു, നീ അപ്പൊ മാർപ്പാപ്പ മാറിയതൊന്നും അറിഞ്ഞില്ലേ? എടാ അത് പഴയ മാർപ്പാപ്പ. ഇപ്പൊ പുതിയ മാർപ്പാപ്പ ലെയോ 14 മാർപ്പാപ്പ. അമേരിക്കൻ സിറ്റിസൺ ആണ്. പെറുവിൽ പുള്ളി സ്ഥാനം കൊടുത്തത്. പാപ്പ ടെന്നീസ് കളിക്കും, കുതിരേനെ ഓടിക്കും, ഇംഗ്ലീഷ് പറയും, അങ്ങനെ. ശരി, പക്ഷെ നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? മാർപ്പാപ്പ നമുക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? അതൊക്കെ ശരിയാണ്, പക്ഷെ മാർപ്പാപ്പയ്ക്കും ഒരുപാട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. മാർപ്പാപ്പ ഓരോ മാസവും ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളും ആ നിയോഗങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥിക്കണം. അപ്പൊ കൂട്ടുകാരെ, ഇന്നു മുതല് നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങൂലേ? ക്രിസ്ബല്ലേ, ടാസ്ക് ഒക്കെ എവിടെയും വരെ തീർക്കണ്ടേ? രണ്ടോണം അങ്ങോട്ട് പോവാൻ. ഹലോ, ജോർജ് ചേട്ടാ പറഞ്ഞോ. എന്താ പുതിയ റിംഗ്ടോൺ? ഇത് കേട്ടിട്ടില്ലേ? ഇതാണ് നമ്മുടെ രൂപതയുടെ ഒഫീഷ്യൽ ആന്തം. ഇത് കേൾക്കുമ്പോ എന്റെ മോനെ വല്ലാത്തൊരു ഫീലാ. എനിക്ക് രൂപതനെ കുറിച്ചൊന്നും അറിയില്ല അച്ചോ, എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അതിനെന്താ, നമുക്ക് ഇപ്പൊ തന്നെ അവിടെ നിന്ന് പോയിട്ട് വരാം. ബാ. ഇത് ഏതാ സ്ഥലം എന്ന് ക്രിസ്ബലിന് മനസ്സിലായോ? ഇല്ല. ഇതാണ് ബിഷപ്പ് ഹൗസ്, നമ്മുടെ അതിരൂപതയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. ഇവിടെയാണ് നമ്മുടെ ബിഷപ്പ്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം. ഇത് നമ്മുടെ ഗീവർഗീസ് പുണ്യാളനല്ലേ? ഇത് 14-15 നൂറ്റാണ്ടുകളില് അന്ന് ഉപയോഗിച്ചിരുന്ന തിരുസ്വരൂപങ്ങളാ. ഇതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ പള്ളികളെ അൾത്താരയായിരുന്നു. ഇതെല്ലാം ഈ പിതാവ് ആരാന്ന് ക്രിസ്ബലിന് മനസ്സിലായ? ഇത് നമ്മുടെ പാലക്കാട്ടിൽ പിതാവല്ലേ? മിടുക്കൻ, അറിയാലല്ല. ഈ പുണ്യാളൻ ആരാന്ന് ക്രിസ്ബലിന് മനസ്സിലായ? ഇത് റോക്കി പുണ്യാളനല്ലേ? നിനക്ക് എങ്ങനെ മനസ്സിലായി? കൂടെ പട്ടികടാണ്ടില്ലേ? വെരി ഗുഡ്. അതിരൂപത ഒരു സംഭവമാണല്ലേ? പിന്നല്ലാതെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? Day 14 അത് കഴിഞ്ഞു, Day 15 അതും കഴിഞ്ഞു.
ഡേ 60 അതും കഴിഞ്ഞു. മൈ ആംബിഷൻ. ക്രിസ്പലെ, നീ എന്താ ഇവിടെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണേ? ആന്റിയുടെ അംബിഷൻ സാധിച്ചിട്ടാൻ എന്താ ചെയ്തേ? ഞാൻ മാതാവിനോട് പറയും, വിശുദ്ധന്മാരോട് പറയും, പിന്നെ നമ്മുടെ അച്ഛന്മാരോട് സിസ്റ്റേഴ്സിനോടും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. യെസ്, ഗോട്ട് ദ പോയിന്റ്. അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പ്രാർത്ഥിക്കാൻ പറയണം. താങ്ക് യു ആന്റി. ഞാൻ എന്തായാലും അച്ഛന്മാരോടും സിസ്റ്റർമാരോടും എന്റെ അംബിഷൻ സാധിച്ചിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ പോവാണ്. നിങ്ങളും പ്രാർത്ഥിക്കാൻ പറയൂലേ? ഇതാര് കിച്ചുവാ? എന്താ കയ്യില് ഗിഫ്റ്റ് ഒക്കെ? നീ മറന്ന? ഇന്നലെ സ്കൂളിലെ സ്റ്റാഫിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ദിവസം. ഞാനത് മറന്നു. നീ ആർക്ക് കൊടുക്കണേ? ഞങ്ങളുടെ ബസ് ഡ്രൈവർ സന്തോഷേട്ടന്. നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. അവിടെ മരമണ്ട, ഇങ്ങനെ ചെന്നാ ചേട്ടൻ കാണൂലേ? സർപ്രൈസ് പൊളിയും. അയ്യോ, അത് ഞാൻ മറന്നു. നീ എന്നാ വേഗം ബാഗിലേക്ക് ഇട്. നമുക്ക് ആ ചേട്ടന് ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോഴാണ് ഫുഡ് കഴിക്കണേ? നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് എടുത്ത് സ്കൂളിൽ കൊണ്ടുവന്നാക്കുമ്പോഴത്തേക്ക് ഇത്രയും സമയമാകും. അപ്പോഴേ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടത്തുള്ളൂ. എന്നാ ചേട്ടന് ഞങ്ങളുടെ വക ഒരു ചെറിയ സമ്മാനം. തുറക്കടാ. ഇതെന്താ മക്കളെ? അത് ചേട്ടൻ തുറന്നു നോക്കിട്ട് അറിഞ്ഞാ മതി. ഓ, താങ്ക് യു മക്കളെ. വെൽക്കം. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫിന് സർപ്രൈസ് കൊടുക്കൂലേ? അപ്പൂപ്പോ സുഖാണോ? അപ്പൂപ്പന് സുഖാണോ മോനെ? അപ്പൂപ്പൻ എന്തൊരു സ്പീഡിലെ കൊന്തല്ലേ? ഈ ട്രിക്ക് എന്നെ കൂടി പഠിപ്പിക്കോ? അത് അപ്പൂപ്പൻ കൊന്ത ചെല്ലുന്നതല്ലടാ. അപ്പൂപ്പൻ സുഹൃത ജപം ചെല്ലുന്നതാ. സുഹൃത ജപോ? ആന്ത സാധനം? എനിക്കൊന്ന് പറഞ്ഞുതരോ? അപ്പൂപ്പൻ പറഞ്ഞു തരാം. സുഹൃതം എന്ന് പറഞ്ഞ പുണ്യം. 53 മണി ജപം എന്നൊക്കെ കേട്ടിട്ടില്ലേ എൻ്റെ കുഞ്ഞ്? അതുപോലെ സുഹൃത ജപം പുണ്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന കൊച്ചു കൊച്ചു പ്രാർത്ഥനകളാ സുഹൃത ജപം എന്ന് പറഞ്ഞാൽ. എന്ത് രസമാണെന്നറിയോ അതിങ്ങനെ ധ്യാനിച്ച് ചെല്ലാനായിട്ട്. കൊച്ചു ചെറുപ്പത്തിലെ ഞങ്ങളുടെ അമ്മ പഠിപ്പിച്ചു തന്നത് കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഉണ്ണീശോയെ എനിക്ക് കൂട്ടായിരിക്കണമേ, മാലാഖമാരെ ഞങ്ങളെ വഴി നടത്തണമേ എന്നൊക്കെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകൾ. അത് അപ്പൂപ്പൻ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന ചെല്ലാനായിട്ട് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. നമ്മൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ ചെല്ലാം, കളിക്കാൻ പോകുമ്പോൾ ചെല്ലാം, സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്ക് ചെല്ലാം. അങ്ങനെ കൊച്ചു കൊച്ചു പ്രാർത്ഥന ചൊല്ലി കൂടുതൽ നന്മയിൽ വളരാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കും. അപ്പൂപ്പൻ്റെ കുഞ്ഞുമോന് മനസ്സിലായോ? കൊള്ളാല അപ്പൂപ്പ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ സുഹൃത്ത് ജപം ചൊല്ലാലേ? അപ്പൊ കൂട്ടുകാരെ, ഞാൻ സുഹൃത്ത് ജപം ചൊല്ലാൻ തുടങ്ങി. നിങ്ങളും തുടങ്ങൂലേ? സുഹൃത്ത് ജപം വേണമെങ്കിൽ ക്രിസ്റ്റഫാരി കാർഡിന്റെ ബാക്കിലുണ്ട്, നോക്കിക്കോ. ക്രിസ്മസ് ഡേ ഇൻ ദ മോർണിംഗ് എന്ന കഥ എഴുതിയ സാഹിത്യകാരൻ ആര്? പേൾ എസ് ബക്ക്. റഷ്യൻ സാഹിത്യകാരനായ ഡോസ്റ്റോസ്കി 1876 എഴുതിയ ക്രിസ്മസ് കഥ ദ ഹെവൻലി ക്രിസ്മസ് ട്രീ. ദ ഗിഫ്റ്റ് ഓഫ് മജൈ എന്ന ക്രിസ്മസ് കഥ എഴുതിയ സാഹിത്യകാരൻ ആര്? ഓ ഹെൻറി. ക്രിസ്മസ് ഈവ് എന്ന കഥ എഴുതിയ സാഹിത്യകാരൻ ആര്? മോപ്പസാൻ. ഓ, ഉത്തരം പറഞ്ഞു. പടക്കവും പൊട്ടി. മാലാഖമാർക്ക് അറിയാത്ത ഉത്തരവുണ്ടോ? എല്ലാം ശരി.
നീ ഒരു റോബോട്ടാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അപ്പൊ കൂട്ടുകാരെ, എല്ലാവരും ഈ QR കോഡ് സ്കാൻ ചെയ്ത് ഇന്ന് രാത്രി 9 മണിക്ക് ഓൺലൈൻ ക്യൂസിന് കയറണം. കേറൂലേ? കിച്ചു, എഴുതിപ്പോ. കഥ തുടങ്ങാൻ പോവാ. ബെത്ലഹേം എന്ന സുന്ദര ഗ്രാമത്തിൽ 2 ഉറുമ്പുകൾ വസിക്കുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നു ക്രിസ്പലെ, നാട്ടാര് കൂങ്ങ കേട്ടാ. വേണ്ട വേണ്ട, കിരുക്കള. എന്ന് ഇത് പിടിച്ചോ. അഗസ്റ്റർ സീസറിന്റെ ഭരണകാലം 2 ഉറുമ്പുകൾ വസിക്കുന്നുണ്ടായിരുന്നു. എന്ന് അതും വേണ്ട, കിരുക്കളയി. എന്ന് ഇന്ന പിടിച്ചോ. ക്ലാസിക് സാധനം. കിഴക്കൊതിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ നോക്കി 3 ഉറുമ്പുകൾ. പൊന്ന്, മീറ, കുന്തിരിക്കം. അതുകൊണ്ട് യാത്രയായി. എന്റെ പൊന്ന് ക്രിസ്ബലെ, നിർത്തിക്കോ. കഥ ഞാൻ പറയാം. കൂഞ്ഞനുറുമ്പ് നടന്നു നടന്നു നടന്ന് ഉണ്ണീശോയുടെ അടുത്തെത്തിയപ്പോൾ രാത്രിയായി. കൂറിട്ടു. ഭയങ്കര തണുപ്പ്. ബാക്കി നിങ്ങൾ എഴുതണം. എഴുതിക്കോ. എല്ലാവർക്കും ക്രിസ്പൽ വീഡിയോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടക്കുന്നിലെ പാതുവാപുരം ശിശുഭവനിലാണ് നിൽക്കുന്നത്. ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ക്രിസ്റ്റഫാരി കാർഡിൽ മെൻഷൻ ചെയ്ത സ്ഥലമാണിത്. അപ്പൊ ഇന്ന് കൂട്ടുകാരെ, നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ കുട്ടികളെ കാണാനും അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനുമാണ്. അപ്പൊ ഇന്നത്തെ കുർബാനയില് ഇവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂലേ? ക്രിസ്മസ് ഒരുക്കൊക്കെ എന്തായി? പുൽക്കൂടെ കിട്ടാ? പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയാ? ആണാ? തീർന്നില്ല. നിങ്ങള് പള്ളി പോറായോ? എല്ലാം റെഡിയായില്ലേ? ഓ, ഇത് കണ്ടോ? ക്രിസ്മസ് ആകെ മാറിപ്പോയല്ല അല്ലേ? ക്രിസ്മല്ലേ സൂപ്പറായി. മിടുങ്ങായി. ഇപ്പൊ അതെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാനുണ്ടോ? പള്ളിപ്പോണ ഡിന്നറൊക്കെ പള്ളിപ്പോൻ എല്ലാം ഒറ്റയ്ക്ക് ഭയങ്കര സപ്പോർട്ടാ. ഭയങ്കര ആള് മിടുക്കനായി. നന്നായി. ഞങ്ങൾ നന്നാക്കി എടുത്തു. ഓക്കേ, ഡിന്നർ റെഡി. കേട്ടാ, ക്രിസ്മസ് വിളിക്കാം. ഡിന്നർ റെഡി. അപ്പൊ ഞങ്ങള് യാത്ര കഴിഞ്ഞു. ഇനി പള്ളി പോണല്ലോ. പള്ളി പോയി വരും. അപ്പൊ ഞങ്ങള് ഡിന്നർ കഴിച്ചിട്ട് പാത്രക്കുറമയ്ക്ക് പോട്ടെട്ടാ. നിങ്ങളും പോവല്ലേ? ഓക്കെ ഓക്കെ എന്നാ. ഓക്കെ, ശരി. ബൈ ബൈ. ഓക്കെ ഓക്കെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. അടിപൊളി. ഇരിക്കട്ടോ. മതി മതി മതി. താങ്ക് യു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. കൂട്ടുകാരെ, ക്രിസ്മസ് അടുക്കാണ്. നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ മാറ്റിയില്ലേ? ഈ ആന്റി ഞങ്ങളും നല്ലത് പറഞ്ഞവര് നിങ്ങളും നല്ലത് പറയിപ്പിക്കണം. നിങ്ങളും നല്ലത് പറയിപ്പിക്കൂലേ?
ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ ഓരോ ആയിക്കോട്ടെ കുശല ഇത് കുറച്ച് കുറച്ച് പുറകിലേക്ക് കേട്ടോ ശരിയായില്ലേ അടിപൊളി ഉണ്ണി എവിടാ അങ്കിൾ എന്ത് തേങ്ങി പറയണേ? കുർബാന ആയിട്ടല്ലേ എല്ലാവരും ഉണ്ണീനെ വെക്കണേ? ഓഫില്ലേ നോക്കടാ പുൽക്കൂടെ നോക്കിയടാ അടിപൊളിയല്ലേ? ആ സെറ്റാണ്. ഉണ്ണീശോടി വന്നാണല്ലോ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? വാ കരളൊക്കെ അടിപൊളി ആയിരുന്നല്ലേ? ക്ഷീണിച്ചടാ ക്ഷീണിച്ചാ? ഉണ്ണീശോനൊക്കെ ആ ശരിയാണോടാ എടുത്തടാ എടുക്കാൻ തുറക്കട്ടെ മോനെ തുറക്കട്ടെ ഇനി എന്താ പരിപാടി? അങ്കിള് മറന്ന സെൽഫി എടുക്കണ്ടേ? ഓ അത് പറഞ്ഞല്ലോ. ഓക്കെ വാ ക്രിസ്മല്ലേ നീ തിരിച്ചു പോകണോടാ? പോകാണ്ടിരിക്കാൻ പറ്റില്ല അങ്ങളെ. പോണോടാ? പോണങ്ങളെ. അങ്ങളെ ആന്റി എന്നെ സഹിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. എന്താ നീ പറയണേ? നീ ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരുന്നില്ലടാ. ഞാൻ പോയാലും ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. എന്നാ ഞാൻ പോവാണ്. ഒരു ഓൾ ദ ബെസ്റ്റ് തന്നെ. റോബിനച്ചോ നിനക്ക് പോകാൻ സമയമായില്ലടാ. പോവാണ്ടിരിക്കാൻ പറ്റില്ല അച്ഛാ. നമുക്കൊരു സെൽഫി എടുത്തിട്ട് പോയാലോ? 25 ദിവസം നല്ല രസമായിരുന്നല്ലേടാ? ആ പക്ഷെ എല്ലാവരും വിട്ടുവാൻ ഒരു വിഷമമുണ്ട്. ക്ലോസ് അച്ഛനെയും അച്ഛനെയും ആന്റീനെയും അങ്കിളിനെയും. പക്ഷെ ഞാൻ പോയാലും ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവൂട്ടാ.